മീൻ പൊരിച്ചത് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എന്നാലേ ഇനി നിങ്ങളെ മീൻ പൊരിക്കുന്ന സമയത്ത് ഈ ഒരു മസാല ഉണ്ടല്ലോ, ഇതോടെ അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്നൊന്ന് പൊരിച്ച് നോക്കിയോളൂ കേട്ടോ. നല്ല കിട്ടു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് എങ്ങനെയാണ് ഈ രീതിയിൽ മീനൊന്ന് പൊരിച്ചെടുക്കുന്നത് നോക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടേ ആദ്യം മീനൊന്ന് നമ്മൾ മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി, മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ തന്നെ. അതുപോലെ 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്കിതേ വിനാഗിരിയിൽ വേണമെങ്കിൽ മാരിനേറ്റ് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ വെള്ളത്തിലാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇനിയും പുളി വരാനുണ്ട്. അപ്പോൾ കൂടുതൽ പുളി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വെള്ളം തന്നെ ചേർത്തിട്ട് നമ്മളത് ഈ ഒരു മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കഷ്ണമീനും ഇതിലേക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതുകൂടെ നമ്മളിതിലേക്ക് ചേർത്തതിന് ശേഷം നല്ല പോലെ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റെങ്കിലും മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു മസാലയും കൂടി റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 12 അല്ലി ചെറുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 7 അല്ലി വെളുത്തുള്ളി കേട്ടോ. ഇത് ചെറുതാണേ, അത് പ്രത്യേകം പറയാണ്. പിന്നെ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2-3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് ചേർക്കുന്നെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടെ നമുക്ക് ഇതിലേക്ക് പുളിയുടെ പൾപ്പാണ് വേണ്ടത്. അതൊരു 1 ടേബിൾ സ്പൂണോളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് അരച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ മീൻ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അത്യാവശ്യം എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു 1/2 വേവാവുന്ന സമയത്ത് നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ ഇത് തിരിച്ചിടുന്ന സമയത്താണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മസാല ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ അങ്ങ് നല്ല പോലെ അങ്ങ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് അങ്ങ് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മറ്റേ ഭാഗം ഇതുപോലെ 1/2 വേവാകുന്ന സമയത്ത് വീണ്ടും നമ്മൾ ഈ ഭാഗം ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ ഭാഗത്ത് നമ്മൾ ഇതുപോലെ തന്നെ ഈ മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. നമ്മൾ ആ ഒരു ആദ്യത്തെ മസാലയും പിന്നെ അതിൻ്റെ കൂടെ ഈ ഒരു മസാല കൂടെ വരുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ട്. അതുമല്ല പുളിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു ഫിഷ് ഫ്രൈ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ 2 ഭാഗം ഇതുപോലെ നന്നായിട്ട് നമ്മൾ മുരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഈ മസാല മാത്രം കൂട്ടി ചോറ് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റാണേ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് വെക്കാനും കൂടെ മറക്കരുത് കേട്ടോ. എന്നാൽ മാത്രമാണ് ഞാനൊരു പുതിയ വീഡിയോ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.